തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാന GS എന്ന ഞാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ആവശ്യം എല്ലാ കൗൺസിലർമാർക്കും 5 വർഷം ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട ആ പീരീഡ് അവർക്ക് നന്നായിട്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. കോടതി സത്യപ്രതിജ്ഞ 19-20 കൗൺസിലർമാരോട് ചെയ്യാൻ പറഞ്ഞു. സ്ഥലത്തുണ്ടായിരുന്ന 19 കൗൺസിലർമാരും കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. അതിനനുസരിച്ചിട്ടുള്ള നിലപാടായിരിക്കും കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിക്കും. പ്രതിസന്ധി രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ പ്രതിസന്ധി ഒന്നുമല്ല. ഓരോ സാഹചര്യങ്ങൾ വരുന്നു, ആ സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി ഉള്ള പുതിയ സാഹചര്യങ്ങളുണ്ടാകും. അത് പ്രതിസന്ധി ഒരിടത്ത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP വാർഡ് കൗൺസിലറായ R. സുഗതൻ്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നടത്താം എന്നുള്ള കാര്യം ഹൈക്കോടതിയെ ആഭ്യന്തര വകുപ്പ് ഇന്ന് അറിയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത്, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തുന്നത്. ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ മേയറും പങ്കെടുക്കേണ്ടി വരും. ഈ തദ്ദേശ ചട്ടപ്രകാരം മേയറും പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭാ മേയറായ VV രാജേഷ് തന്നെ. ഈ കാപ്പ കേസിൽ അകത്ത് കഴിയുന്ന, ജയിലിൽ കഴിയുന്ന സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മേയറും പോകുമോ, എങ്ങനെയായിരിക്കും? ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ വാർത്തകൾ പലതരത്തിൽ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. കോടതിയുടെ ഉത്തരവ് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ പാലിക്കാൻ വേണ്ടി കോർപ്പറേഷന് ചുമതലയുണ്ട്, അത് ഞങ്ങൾ ചെയ്യും. ഈ കാപ്പ കേസിൽ ഇടക്കാല ജാമ്യം നൽകുവാൻ അത്തരത്തിലൊരു തീരുമാനം കോടതി അറിയിക്കില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്. ആ ഒരു നിലപാടിനെ എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? അല്ല, ഞങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ആവശ്യം എല്ലാ കൗൺസിലർമാർക്കും 5 വർഷം ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട ആ പീരീഡ് അവർക്ക് നന്നായിട്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പായ നിരീക്ഷണത്തിലുള്ള കേസിൽ അല്ലെങ്കിൽ പരിഗണനയുള്ള കേസിൽ കോടതി ഏത് തരത്തിലുള്ള നിലപാടാണോ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് കോർപ്പറേഷൻ ഭരണസമിതി. നേരത്തെ ഞങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതി സത്യപ്രതിജ്ഞ 19-20 കൗൺസിലർമാരോട് ചെയ്യാൻ പറഞ്ഞു. സ്ഥലത്തുണ്ടായിരുന്ന 19 കൗൺസിലർമാരും കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. അതിനനുസരിച്ചിട്ടുള്ള നിലപാടായിരിക്കും കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ജയിലിൽ ഒരു ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ മേയറും എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിച്ചേരേണ്ടി വരുമല്ലോ. കോടതി സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് മേയറാണല്ലോ. അപ്പോൾ ഞാനല്ല വേറെ ഏത് മേയറായാലും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഞങ്ങളുടെ ഒരു മേയറുടെ 5 വർഷത്തെ പ്രവർത്തന പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി എപ്പോഴാണ് കൗൺസിൽ ചേരുക എന്നുള്ളതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലൊക്കെ കൗൺസിൽ ചേരുന്നത് 1 മാസത്തിലൊരു കൗൺസിൽ എന്തായാലും ചേരണം, അത് മാൻഡേറ്ററിയാണ്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ അജണ്ടകൾ വരുന്നതനുസരിച്ച് വളരെ അത്യാവശ്യ അജണ്ടകൾ വരികയാണെന്നുണ്ടെങ്കിൽ അടിയന്തര കൗൺസിൽ യോഗം വിളിക്കാറുണ്ട്. ചില കാര്യങ്ങൾക്ക് മുൻകൂർ അനുമതി കൊടുക്കുവാനുള്ള നിയമമുണ്ട്. അപ്പോൾ അജണ്ടകൾ വരുന്നതനുസരിച്ചിട്ടാണ് കൗൺസിൽ യോഗം ചേരുന്നത്. എന്തായാലും ഈ മാസം കൗൺസിൽ യോഗം ഉണ്ടാകും. അദ്ദേഹം തുടർച്ചയായിട്ട് 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ആ കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ. എന്ന് കൗൺസിൽ യോഗം നടക്കും, എന്തായിരിക്കും ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാട് എന്നൊക്കെ നോക്കിയതിന് ശേഷം അതിൽ മറുപടി പറയാം. പ്രതിസന്ധി രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ പ്രതിസന്ധി ഒന്നുമല്ല. ഓരോ സാഹചര്യങ്ങൾ വരുന്നു, ആ സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി ഉള്ള പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അത് പ്രതിസന്ധി ഒരിടത്തുമില്ല. പൊതുപ്രവർത്തനത്തിൽ പ്രതിസന്ധിയില്ല. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ അത്യപൂർവമായ സാഹചര്യമാണ് നിലവിലുള്ളത്. മേയർ VV രാജേഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്, വിയൂർ സെൻട്രൽ ജയിലിലാണ് സത്യപ്രതിജ്ഞ എങ്കിൽ അതിന് പങ്കെടുക്കേണ്ടി വരും. ചട്ടപ്രകാരം മേയർ ഇല്ലാതെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുവാൻ സാധിക്കില്ല.
മേയർ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിക്കും. നാളെ രാവിലെയോടുകൂടി സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണ് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കണം എന്നാവശ്യപ്പെട്ട് സുഗതൻ നൽകിയ ഹർജിയിലാണ് മറുപടി. സത്യപ്രതിജ്ഞ ചെയ്യാൻ താൽക്കാലികമായി ജയിലിൽ നിന്ന് വിട്ടയക്കണം എന്നായിരുന്നു ആവശ്യം. നാളെ രാവിലെ 11 മണിക്കാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൗൺസിലറായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുഗതൻ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയല്ല, ഹൈക്കോടതിയാണ് വിഷയം പരിഗണിക്കേണ്ടത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. പിന്നാലെയായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് സുഗതന്റെ ഉൾപ്പെടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത്. കാപ്പ ചുമത്തി ജയിലിലായതിനാൽ സുഗതന് മറ്റ് കൗൺസിലർമാർക്ക് ഒപ്പം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 6 മാസത്തെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതിയും ശരിവെച്ചിരുന്നു. ഇതോടെ സുഗതന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കോടതിയുടെ അനുമതിയോടെ സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല എങ്കിൽ സുഗതൻ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്കും വലിയ തിരിച്ചടിയായേക്കാം. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.